തൃശൂരിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി കെ മുരളീധരൻ. വടകരയിൽ നിന്ന് മാറി തൃശൂരിൽ മത്സരിച്ച തന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ഇതിനിടെ പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ വരണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് കെ മുരളീധരൻ ദില്ലിയിലെത്തിയത്. ദില്ലി സന്ദർശനത്തിന് പ്രത്യേക അജണ്ടകളില്ലെന്ന് വ്യക്തമാക്കിയ മുരളീധരൻ തൃശൂരിൽ സംഭവിച്ച കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ മുരളീധരൻ കണ്ടേക്കും. ഇല്ല, രാഹുൽ ഗാന്ധി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ തെരഞ്ഞെടുപ്പ് പരാജയം ഇതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒന്നിനെക്കുറിച്ച് ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സീറ്റിൽ നിന്ന് മാറി മത്സരിച്ചത് തന്റെ തെറ്റാണെന്നും കഴിഞ്ഞ 5 വർഷം സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ ഇടപെടൽ മനസ്സിലാക്കാൻ തൃശൂരിലെ സംഘടനയ്ക്കും നേതാക്കൾക്കും സാധിച്ചില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അന്ന് ഞാൻ തന്നെയാണല്ലോ തെറ്റ് ചെയ്തത്. സിറ്റിംഗ് സീറ്റ് ഉറപ്പായി ജയിക്കുന്നൊരു സീറ്റിൽ നിന്നും മാറി നിന്നു, മാറി കണ്ടസ്റ്റ് ചെയ്തു. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. 5 വർഷമായിട്ട് അവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം. അതിനിടെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ വരണമെന്നാവശ്യപ്പെട്ട് പാലക്കാടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പരിസരത്തും കളക്ടറേറ്റിന് സമീപത്തുമാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നാണ് പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. റിപ്പോർട്ടർ, പാലക്കാട്.